തൃശ്ശൂരിൽ നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്ക് തന്നെയാണ്. നിവേദനവുമായി എത്തിയ വയോധികനെ മടക്കി അയച്ച സംഭവത്തിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്ത് ചെയ്യാമെന്നതിൽ തനിക്ക് വ്യക്തമായ ധാരണയുണ്ടെന്നാണ് പ്രതികരണം. മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വേലായുധന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ മുന്നോട്ട് വന്നതിൽ സന്തോഷമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നിവേദനവുമായി എത്തിയ കൊച്ചു വേലായുധന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് CPIM അറിയിച്ചിരുന്നു. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. അമൽ, സമൂഹമാധ്യമങ്ങളിൽ വലിയ വിമർശനം ഉയർത്തിയിരുന്നു ഒരു വശത്ത്. അതിനുശേഷം ഇന്നലെ CPIM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വേലായുധന്റെ വീട്ടിലെത്തുന്നു, അവർക്ക് വീട് വാഗ്ദാനം ചെയ്യുന്നു. എന്താണിപ്പോൾ MP-യുടെ പ്രതികരണം, മറുപടി? ഗോകുൽ, ഏതായാലും ഈ കൊച്ചു വേലായുധന്റെ ഒരു കാഴ്ച അല്ലെങ്കിൽ കലിംഗ സൗഹൃദ കൂട്ടായ്മ എന്ന പേരിട്ട് BJP-യുടെ പ്രത്യേകിച്ചും തൃശൂർ MP സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിലെ പള്ളം തൊട്ട് ഉള്ള ഭാഗങ്ങളിൽ രണ്ടിടങ്ങളിലായിരുന്നു ഈ കഴിഞ്ഞ 11-ാം തീയതി ഇത്തരത്തിലുള്ള സൗഹൃദ കലിംഗ് കൂട്ടായ്മ, സൗഹൃദ കലിംഗ് സംഗമം നടന്നത്. ആ ഒരു പ്രദേശത്തെ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗമമായിരുന്നു. അതിനിടയിലാണ് ഈ സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് കൊച്ചു വേലായുധൻ എന്ന വൃദ്ധൻ തൻ്റെ ഒരു അപേക്ഷയുമായിട്ട്, തൻ്റെ ഒരു വീട് പണിയുടെ ഒരു അപേക്ഷയുമായിട്ട് എത്തുകയും ഈ ഒരു അപേക്ഷ തനിക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല, അത് നിങ്ങൾ പഞ്ചായത്തിനെ ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് മടക്കി കൊടുക്കുന്ന ഒരു ദൃശ്യങ്ങൾ, അങ്ങേയറ്റം സങ്കടകരമായ ദൃശ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറച്ച് ദിവസങ്ങളായി കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ പലതരത്തിലുള്ള ക്ഷോഭങ്ങളും വന്നു. ഏതായാലും അതിലൊരു പ്രതികരണം ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. ഈ CPM-ൽ നിന്ന് ഇത്തരത്തിൽ കൊച്ചുവേലായുധന് ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള എടുത്ത തീരുമാനത്തെ താൻ അനുകൂലിക്കുന്നു, അല്ലെങ്കിൽ അതിൽ വളരെ സന്തോഷം എന്ന് അല്പമൊക്കെ വിവരങ്ങൾ നൽകിയതായാലും വലിയ ചർച്ചയായ വിഷയത്തിൽ MP-യുടെ പ്രതികരണം വന്നിരിക്കുകയാണ് ഇപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.